ഞാനിപ്പോൾ ഉള്ളത് ACAI ഭവനിലാണ്, ചെറുകുട്ടി നഗർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ. ഇവിടെ ഇന്ന് ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണ്. 2 പേരും കൂടെ ഉണ്ട്, പക്ഷേ അവർ എത്താൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണപരിപാടികളെല്ലാം നമ്മളിവിടെ പ്ലാനറ്റോറിയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ സംഘടിപ്പിക്കേണ്ടായിരുന്നു. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് എന്ന് പറയുമ്പം CA കോഴ്സിൻ്റെ ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. അപ്പം ആ പ്രൊഫഷണൽ ബോഡീൻ്റെ ഒരു ഡയറക്റ്റ് ബ്രാഞ്ചാണ് നമ്മൾ. അതായത് നമ്മൾ ബാക്കിയുള്ള ഇതിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും അല്ല, നമ്മളാണ് ICAI കോഴിക്കോട്, ICAI ബ്രാഞ്ചാണ് നമ്മൾ. അപ്പം അതിൻ്റെ ഒരു ശാഖയാണ് ഇവിടെ ഉള്ളത്, ബ്രാഞ്ചായിട്ടാണ് ഉള്ളത്. അപ്പം ഡയറക്റ്റ്ലി എല്ലാ എഡ്യൂക്കേഷണൽ കോഴ്സസും CAയുടെ പറ്റിയിട്ടുള്ള എല്ലാ കോഴ്സസും CA കോഴ്സ് ചെയ്യുമ്പോൾ കുറച്ച് കമ്പൽസറി ട്രെയിനിങ് ക്ലാസ്സസൊക്കെ എല്ലാം ചെയ്യാറുണ്ടാവും. അതായത് നമ്മൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും പിന്നെ കമ്പ്യൂട്ടർ സ്കിൽസ് ഓറിയൻറ്റഡ് ആയിട്ടും കുറേ കോഴ്സസ് ചെയ്യാനുണ്ടാവും. അതെല്ലാം നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കോഴിക്കോട് ശാഖയിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് വേറെ എവിടെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ CAനെ പറ്റിയിട്ട് പറയുമ്പം നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. അതായത് CA ടഫാണ്, CA ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ ഈ ഒരു ഇത് ചെയ്യുന്നത് തന്നെ, ഇനീഷ്യേറ്റീവ് ചെയ്തത് തന്നെ. കാരണം ഒരു സ്റ്റുഡൻറ്റ് CAയിൽ കയറുമ്പം അവർക്ക് ആ ലൈഫ് എന്ന് പറയുന്ന ഒരു 4 or 5 years ആ സ്പാനാണ് പറയുന്നത്. അതായത് രജിസ്ട്രേഷൻ മുതൽ പാസ്സാവുന്നവരെ. അപ്പം ആ ഒരു പീരിയഡിൽ യാതൊരു ആക്ടിവിറ്റീസും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടൈറ്റായിരിക്കും, ടഫായിരിക്കും എന്നുള്ള ചിന്താഗതി ഉണ്ട് എല്ലാവർക്കും. അപ്പം അത് അങ്ങനത്തെ ഒരു അതായത് ഒരു കരിയർ ഓറിയൻറ്റഡ് മാത്രമായിട്ടല്ല, മീൻസ് സ്റ്റഡീസ് മാത്രമായിട്ടുള്ള കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ സ്കിൽസ് ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്, അങ്ങനെ പറയുന്ന കുറേ സ്കിൽസും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു സ്ട്രക്ചേർഡ് കോഴ്സാണ് CA കോഴ്സ്. അതിൻ്റെ ഒരു വിങ്ങായിട്ടാണ് നമ്മൾ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഒരു വിങ് ഉണ്ട്, സ്റ്റുഡൻസ് വിങ് ഉണ്ട്. അപ്പം ഈ സ്റ്റുഡൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സ്റ്റുഡൻസ് വിങ്ങാണ്. അപ്പം അതിനൊരു 10-12 മെമ്പേഴ്സ് നമ്മൾ വേറെ ഓഫീസസിലുള്ള കുട്ടികളെ വെച്ചിട്ട് ഒരു കമ്മിറ്റി ആയിട്ട് ഫോം ചെയ്തിട്ട് അവരാണ് ഈ സ്റ്റുഡൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യുന്നത്. മെമ്പേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഇൻ്റലക്ച്വൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളായിരിക്കും. മെമ്പേഴ്സിൻ്റെ കമ്മിറ്റി ഞങ്ങൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പം CA സിംപിളി പറയുന്നത് ഇറ്റ്സ് എ വേൾഡ് ഫസ്റ്റ് പ്രൊഫഷണൽ ബോഡി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ബോഡിയാണ് ICAI, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഈ കോഴ്സിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. കാരണം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം എല്ലാവരും അതായത് ഈ 10+2 ഓർ 10th നിൽക്കുന്ന ഏത് കുട്ടികൾക്കും വേണമെങ്കിലും, ഓർ ഈവൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് BCom കഴിഞ്ഞുള്ള ഒരു കുട്ടികളാണെങ്കിലും CA കോഴ്സ് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഉണ്ട്. അപ്പം അതായത് ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് കുട്ടിയാണ്, BCom കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി 2nd ലെവൽ ഓഫ് കോഴ്സിലേക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 3 ലെവലാണുള്ളത്. അപ്പം ഈ ഡയറക്റ്റ് എഡ്യൂക്കേഷൻ BCom കഴിഞ്ഞ കുട്ടിക്ക് ഡയറക്റ്റ്ലി 2nd ലെവൽ കിട്ടും. ഓർ +2 കഴിഞ്ഞൊരു കുട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1st ലെവൽ മുതൽ ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറേ റിലാക്സേഷൻസും ഉണ്ട്. ഗ്ലോബലി അക്സെപ്റ്റഡ് ഒരു കോഴ്സാണ്. പിന്നെ അതേപോലെ നമ്മൾ ലോകത്തിൽ കുറേ അക്കൗണ്ടിങ് ബോഡീസ് ഉണ്ട്, പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. അവരായിട്ട് എല്ലാവരിലും നമ്മൾ ടൈപ്സ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെയാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ആൾ CA ക്വാളിഫൈ ആയി കഴിഞ്ഞിട്ട് സിംഗപ്പൂർ പോയി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് 6 months സ്റ്റേ ചെയ്താൽ മാത്രം മതി. വേറെ എക്സാംസോ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ട. അവിടെ ഒരു 6 months സ്റ്റേ ചെയ്താൽ തന്നെ സിംഗപ്പൂർ റിലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ എക്സാംസ്, അതായത് CA പ്രൊഫഷണൽ ആയിട്ടുള്ള അവിടെ ഒരു പ്രൊഫഷണൽ ബോഡി നിങ്ങൾക്ക്
സൈനിങ് അതോറിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ CA എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള പറയുന്നത് നമ്മൾ സൈനിങ് അതോറിറ്റിയാണ്. അതായത് ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ആയാലും അവരെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സൈൻ ചെയ്യാനുള്ള ഒരു പവറുള്ളത് ആ കൂടെ ഈ ലോകത്തിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ആ കൂടെ പവറുള്ളത് ഈ പർട്ടിക്കുലർ കോഴ്സസ്, അതായത് CA റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്തവർക്ക് മാത്രമാണ്. അപ്പം നിങ്ങളെ ഈ ഓണം ആഘോഷിക്കുക, അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിനെ പറ്റിയിട്ടും ആലോചിക്കുക. കാരണം ഇനിയുള്ള കാര്യങ്ങളിൽ എക്കോണമി ഈസ് ഗോയിങ് ടു ഡെവലപ്പ്. നമ്മളെ പ്രൈം മിനിസ്റ്ററിൻ്റെ 2047 എന്ന് പറയുന്ന വികസിത് ഭാരതിൻ്റെ ഇതിലേക്ക് പോകണമെങ്കിൽ എക്കോണമി ഡെവലപ്പ് ആവണം. അപ്പം എക്കോണമി ഡെവലപ്പ് ആകുമ്പം അതിന് സപ്പോർട്ടായിട്ടുള്ളാൻ പോകുന്നത് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും. അപ്പം അതിൻ്റെ സ്കോപ്പ് ഇസ് ഗോയിങ് ടു ഇൻക്രീസ് സോ മച്ച്. സോ എല്ലാവരും ഈ ഒരു നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്ക് എന്താണ് ചെയ്യുക എന്ന് ആലോചിക്കുന്നവർക്ക് CA വിൽ ബി ദ ബെസ്റ്റ് കോഴ്സ്. അതായത് ഒരു ലിമിറ്റേഷൻ ഇല്ല. അതായത് CA ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ജോബിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഇത് മാത്രമല്ല, കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് കുറേ മേഖലയിൽ ചെയ്യാൻ പറ്റും. സോ വിഷ് യു ആൾ എ ഹാപ്പി ഓണം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും സിക്കാസയുടെ ഓണാശംസകൾ. നമ്മൾ CA സ്റ്റുഡൻസ് ആണ്. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് കോഴ്സ്. അത് നമുക്ക് ഏറ്റവും നല്ല കോച്ചിങ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ICI കോഴിക്കോട് നിന്നാണ്. നമുക്കവിടെ എന്താ പറയുക, ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ CA ആസ് എ കോഴ്സ് എന്തായാലും ചലഞ്ചിങ് ആണ്. പക്ഷേ ഒരു കോളേജിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു MBA ഒരു BCom പോയിട്ട് വെറുതെ അങ്ങ് ചെയ്യുന്ന പോലെ അല്ല CA. കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്, കുറച്ചും കൂടി എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അപ്പം നിങ്ങൾ എന്താണോ എഫേർട്ട് ഇടുന്നത് അതുപോലെ റിവാർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സുമാണ്. അപ്പോൾ അതിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു മെറിറ്റ് ഉണ്ട്. പിന്നെ ഒരു കാലത്ത് ഒരാൾ CA പാസ്സായി എന്ന് പറയുന്നത് പോലെയല്ല സപ്പോസ് വേറെ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി പാസ്സായത്. കാരണം CAക്ക് എല്ലാവർക്കും അറിയാം അവർ അത്രക്ക് മെനക്കെട്ടിട്ടാണ് പാസ്സായത്. കാരണം റിസർവേഷനോ അങ്ങനത്തെ ഒരു രീതിയിലും ഒരു എന്താ പറയുക കൺസെഷനൊന്നും കിട്ടില്ല. എങ്ങനെയാണോ നിങ്ങൾ എഫേർട്ട് ഇടുന്നത് അതേ രീതിയിൽ നിങ്ങൾ ആ പാസ്സും ആവും. അപ്പം എപ്പോഴും നിങ്ങളൊരാൾ CA പാസ്സായി നിങ്ങൾക്ക് അറിയാം അതിന് പിന്നിൽ കുറേ കണ്ണീരും കുറേ കഷ്ടപ്പാടും അതിൻ്റെ പിന്നിലുണ്ട്. സിക്കാസയിൽ അക്കാഡമിക് ഹെഡ് എന്നുള്ളൊരു പോസ്റ്റാണ് ഞാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ സിക്കാസയിൽ ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം ലൈക്ക് നമ്മൾ കോളേജിലോ കാര്യത്തിലോ ഒന്നും CA സ്റ്റുഡൻസ് ഡയറക്റ്റ് പോകുന്നവർ +2 കഴിഞ്ഞ് പോകുന്നവർ ആക്ച്വലി കയറുന്നില്ല. അപ്പം അതിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സിക്കാസാണ്. നമുക്ക് പുറത്തുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ സ്റ്റഡീസും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. കൾച്ചറൽസ് ആണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലാം. അപ്പം നല്ലൊരു ഇതാണ് സിക്കാസ. ICAയുടെ കോഴിക്കോട് ശാഖ നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ 3 ജില്ലകൾ നമ്മുടെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ്. ഇവിടെ ഏതാണ്ട് 1000-ഓളം ചാർട്ടേഡ് അക്കൗണ്ടൻസും 7500-ലേറെ CA സ്റ്റുഡൻസും നമ്മുടെ ബ്രാഞ്ചിൻ്റെ പരിധിയിലുണ്ട്. ഇവർക്ക് ആവശ്യമായ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നൽകുന്നത് ഈ കോഴിക്കോട് ബ്രാഞ്ചാണ്. ഒരു കുട്ടിക്ക് ഉദാഹരണമായി ഒരു കുട്ടിക്ക് ഒരു CA കോഴ്സ് ചേരണമെന്നുണ്ടെങ്കിൽ പ്രാഥമികമായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കൗണ്ടർ വർക്ക് ചെയ്യുന്നത് ബ്രാഞ്ചിലാണ്. ഇതിന് പുറമെ CA ക്ലാസ്സുകൾ, CA എല്ലാ ലെവലുകളും, CA ഫൗണ്ടേഷൻ, ഇൻ്റർ, ഫൈനൽ ലെവലുകളിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ബ്രാഞ്ചിൽ നൽകുന്നുണ്ട്. പുറമെ CA കോഴ്സിൻ്റെ ബന്ധപ്പെട്ട നിർബന്ധിത കോഴ്സുകളുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ടുള്ള ITT, ഓറിയൻറ്റേഷൻ, MCS പോലുള്ളത് ഈ 3 ജില്ലകളിൽ കോഴിക്കോട് മാത്രമാണ് നടക്കുന്നത്, കോഴിക്കോട് ശാഖയിലാണ് നടക്കുന്നത്. ഈ മുഴുവൻ കുട്ടികളെയും സേവിക്കാൻ വേണ്ടിയിട്ട് ICAയുടെ ഒരു ശാഖ, അതിൻ്റെ ഒരു ജനങ്ങളുമായി ബന്ധപ്പെടുന്നൊരു കേന്ദ്രം ഈ ഒരു കോഴിക്കോട് ശാഖയാണുള്ളത്. ഈ കോഴിക്കോട് ശാഖയിൽ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും കോഴ്സുമായി ബന്ധപ്പെട്ട നിർബന്ധിതമായ സെമിനാറുകളും എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഓണാഘോഷം പോലുള്ള പരിപാടികൾ വലിയ രീതിയിൽ നമ്മൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ICAയുടെ പേരിൽ എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു.